Hello dear students, welcome to my class. From the following data, which product would you recommend to be manufactured in a factory, the time being the key factor? നമുക്കൊരു ഫാക്ടറി രണ്ട് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. പ്രൊഡക്റ്റ് എക്സ് ആൻഡ് പ്രൊഡക്റ്റ് വൈ. ഇതിൽ ഏത് പ്രൊഡക്റ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഏതാണ് വിച്ച് ഗീവ്സ് മാക്സിമം പ്രോഫിറ്റബിലിറ്റി വി ക്യാൻ സെലക്ട് ദാറ്റ് പ്രോഡക്റ്റ്. ഏതാണ് മാക്സിമം പ്രോഫിറ്റബിൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പൊ പ്രോഫിറ്റബിലിറ്റി കാണണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാണേണ്ടി വരും? കോൺട്രിബ്യൂഷനും പി വി റേഷ്യോയും നമുക്ക് കാണേണ്ടതായിട്ട് വരും. Okay, നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ പ്രൊഡക്റ്റ് എക്സ് ആൻഡ് പ്രൊഡക്റ്റ് വൈ. ഓക്കെ, ദെൻ ഡയറക്റ്റ് മെറ്റീരിയൽ പ്രൊഡക്റ്റ് എക്സിൽ 48, പ്രൊഡക്റ്റ് വൈ 28. ഡയറക്റ്റ് ലേബർ ₹2 per hour. ഒരു അവറിന് 2 ആണ്. 2 per hour ആണ്. എമൗണ്ട് 4 ആണ്. That is 2 hour is required for completing the product X. Then product Y 6 ആണ്. ഒരു അവറിന് 2 ആണ്. അങ്ങനെയെങ്കിൽ 3 hours are required to complete the product Y. The next one, variable overhead ₹4 per hour. Variable overhead ₹4 per hour. Amount 8, 12. The next one, selling price. Selling price for product X 200. Selling price for product Y 220. Standard time to produce 2 hours, 3 hours. Standard time to produce 2 hours, 3 hours. X produce ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് അവർ 2 ആണ്. Y പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റാൻഡേർഡ് അവർ 3 ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് മോസ്റ്റ് പ്രോഫിറ്റബിൾ? വുഡ് യു റെക്കമെൻഡ് വിച്ച് ഓഫ് ദ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഫാക്ടറി? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഇതിന്റെ കോൺട്രിബ്യൂഷനും പി വി റേഷ്യോയും നമുക്ക് കാണാം. It is easy to prepare marginal cost statement. Marginal cost statement. X, Y. X, Y. First one, we can start with selling price. നമുക്ക് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് തുടങ്ങാം. എക്സിന്റെ സെല്ലിംഗ് പ്രൈസ് 200 ആണ്, വൈയുടെ 220 ആണ്. നമ്മൾ അത് എഴുതി. ദെൻ നമ്മൾ ഇനി സ്റ്റേറ്റ്മെന്റിൽ നെക്സ്റ്റ് ചെയ്യുക ലെസ് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റില് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ ആൻഡ് വേരിയബിൾ ഓവർഹെഡ്സ്. അപ്പൊ നമ്മൾ ഇന്നർ കോളത്തിലായിട്ട് കാണിച്ചു. എക്സിന്റെ ആണ്, എക്സിന്റെ ഡയറക്റ്റ് മെറ്റീരിയൽ 48, ഡയറക്റ്റ് ലേബർ 4, വേരിയബിൾ ഓവർഹെഡ്സ് 8. അതേപോലെ വൈയുടെ 28, 6, 12. മൂന്നും കൂടെ ടോട്ടൽ ചെയ്തു 60 ആണ് വരുന്നത്. 200 മൈനസ് 60 140. ഇവിടെ നമുക്ക് വരാം 174. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. എക്സിന്റെ കോൺട്രിബ്യൂഷൻ 140 ആണ്. വൈയുടെ കോൺട്രിബ്യൂഷൻ 174 ആണ്. ഓക്കെ, എക്സിന്റെ 140, വൈയുടെ 174. ഇനി നമുക്ക് ഇപ്പോൾ മാർജിനൽ സ്റ്റേറ്റ്മെന്റിലെ കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് പ്രോഫിറ്റബിലിറ്റി അസസ് ചെയ്യാൻ നമ്മൾ സാധാരണ ഏതാ ചെയ്യാറ്? പി വി റേഷ്യോ കണ്ടു കഴിഞ്ഞാൽ പ്രൊഡക്റ്റുകളുടെ പ്രോഫിറ്റബിലിറ്റി അറിയാം. Then we can provide the next head. PV ratio. PV ratio കാണാനുള്ള ഫോർമുല എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100. ദെൻ എക്സിന്റെ പി വി റേഷ്യോ നമുക്ക് ആദ്യം കാണാം. എക്സിന്റെ പി വി റേഷ്യോ നമുക്ക് വരുന്നത് കോൺട്രിബ്യൂഷൻ എക്സിന് 140 ആണ്. 140 ഡിവൈഡഡ് ബൈ സെല്ലിംഗ് പ്രൈസ് 200 ഇൻറ്റു 100. ദാറ്റ് ഈസ് എക്സിന്റെ പി വി റേഷ്യോ 70%. Then Yയുടെ contribution 174 divided by 220 ആണ് അതിന്റെ സെല്ലിംഗ് പ്രൈസ് into 100. So Yയുടെ PV ratio 79% ആണ്. Out of these two we can find the profitability for Y is more better. So we can recommend
വൈ അല്ലെ. അപ്പൊ പി വി റേഷ്യോക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് വോളിയം റേഷ്യോ നോക്കുമ്പോൾ ഇതിൽ ഏതാണ് പ്രോഫിറ്റബിൾ? എക്സ് ആണോ വൈ ആണോ? വൈ ആണ് പ്രോഫിറ്റബിൾ. ഇറ്റ് ക്യാൻ ബ്രിങ് എ പ്രോഫിറ്റ് ഓഫ് റുപ്പീസ് 79,000. പ്രോഫിറ്റബിലിറ്റിയിലേക്ക് നമ്മൾ മിയർലി നോക്കുകയാണെങ്കിൽ വൈ ആണ് നമുക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ. പക്ഷെ നമ്മളോട് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, കീ ഫാക്ടർ അനലൈസ് ചെയ്യാനുള്ള പ്രോബ്ലം ആണ്. ടൈം ബീയിങ് ദ കീ ഫാക്ടർ. ടൈം ആണ് നമ്മുടെ കീ ഫാക്ടർ എന്ന് വിചാരിക്കുക. ലിമിറ്റിംഗ് ഫാക്ടർ ടൈം ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുക? Then we can provide the next head. If the time is key factor, time key factor ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? is equal to time key factor ആവുമ്പോൾ ഏതാണ് ബെസ്റ്റ് വൺ എന്ന് സെലക്ട് ചെയ്യാൻ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ എത്രയാണ് വരിക? 140 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ടൈം എത്രയാണ് എക്സിന് വരുന്നത്? 2 hours ആണ് അല്ലെ. സോ നമുക്ക് കിട്ടും 70 per hour. 70 per hour. Then y 174 ആണ് വൈയുടെ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ 3 ആണ് സ്റ്റാൻഡേർഡ് ടൈം. 3 ആണ് സ്റ്റാൻഡേർഡ് ടൈം. അപ്പൊ നമുക്ക് വരുന്നത് 58 per hour. 58 per hour. പ്രോഫിറ്റബിലിറ്റി, പ്രോഫിറ്റ് വോളിയം റേഷ്യോ നോക്കുമ്പോൾ വൈ പ്രോഫിറ്റബിൾ ആണ്. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടൈം ആണ് കീ ഫാക്ടർ. ടൈം കീ ഫാക്ടർ ആണെങ്കിൽ ടൈം കൊണ്ടാണ് കോൺട്രിബ്യൂഷനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് 70 പ്രോഫിറ്റ് ഏതിൽ കിട്ടുന്നുണ്ട്? എക്സില് ഒരു അവറിൽ 70 ആണ് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ്. വൈക്ക് ആണെങ്കിൽ 58 ആണ് അതിന്റെ സ്റ്റാൻഡേർഡ് ടൈം വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അപ്പൊ ഇതിൽ ഏതാണ് ബെറ്റർ വൺ? എക്സ്. എക്സ് ഈസ് ദ ബെറ്റർ വൺ ദാൻ വൈ.